കെ.പി.സി.സി നിർവാഹക സമിതിയിൽ വി.എം. സുധീരൻ അധ്യക്ഷ പദവി ഒഴിയണമെന്നാവശ്യപ്പെട്ട് എ ഗ്രൂപ്പിന്റെ രൂക്ഷ വിമർശനം. ആദർശം പറഞ്ഞുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകില്ലെന്നും മദ്യനയം പ്രായോഗികമല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് നടപ്പാക്കിയത് എന്നും കെ ബാബു പറഞ്ഞു. വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ സുധീരൻ തയ്യാറായില്ല. പരാതികൾ പരിശോധിക്കാൻ 4 മേഖലാ സമിതികൾ രൂപീകരിച്ചു. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ നേരിടണമെന്ന് എ.കെ. ആന്റണിയും പ്രതികരിച്ചു. വി.എം. സുധീരനെ ലക്ഷ്യമിട്ട് എം.എം. ഹസൻ തുടങ്ങിവച്ച നേതൃമാറ്റ ആവശ്യം മറ്റ് എ ഗ്രൂപ്പ് നേതാക്കളും ആവർത്തിച്ചു. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറി. സമാനമായ ഉത്തരവാദിത്തം പാർട്ടി നേതൃത്വത്തിനുമുണ്ടെന്ന് കെ ബാബു തുറന്നടിച്ചു. കെ.പി.സി.സിയിൽ ഉൾപ്പെടെ പുനഃസംഘടനയല്ലാതെ പാർട്ടിയെ രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളില്ലെന്ന് ശിവദാസൻ നായരും പറഞ്ഞു. വിമർശനങ്ങൾക്ക് സുധീരൻ യോഗത്തിൽ മറുപടി നൽകിയില്ല. മാധ്യമവാർത്തകൾ വളച്ചൊടിച്ചതാണെന്ന് പുറമെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ പറയുന്ന അതാണ് നിങ്ങളുടെ ഇനി അടുത്തൊരു യോഗത്തിൽ നിങ്ങൾ ആലോചിക്കുന്നത്, നിങ്ങളെ കൂടെ യോഗത്തിൽ ക്ഷണിക്കാൻ ആലോചിക്കുക. അതാണ് ഏറ്റവും നല്ലത്. കാരണം വെറുതെ നിങ്ങൾ കൺഫ്യൂഷനിലാവും, ഒരുപാട് പേര് കൺഫ്യൂഷനാവുന്നുണ്ട്. ഇന്ന് അങ്ങനെ നിർദ്ദേശം വന്നിരുന്നു. ഇന്ന് സംസാരിച്ച പലരും പറഞ്ഞു ഏറ്റവും നല്ലത് മാധ്യമപ്രവർത്തകരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച നടത്തുന്നതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഫാക്ച്വൽ പൊസിഷനല്ലേ വരുള്ളൂ. ഇത് ആവശ്യമില്ലാതെ നിങ്ങളും കൺഫ്യൂഷനാവുന്നു. ഈ ചാനൽ കിടന്ന് അല്ലെങ്കിൽ മറ്റേ വാർത്തകൾ വരുന്ന ആളുകളാണെങ്കിൽ വളരെ വളരെ തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. മദ്യനയം അപ്രായോഗികമാണെന്ന് അറിയാമായിരുന്നുവെന്ന് മുൻ എക്സൈസ് മന്ത്രി കൂടിയായ കെ ബാബു യോഗത്തിൽ കുമ്പസാരം നടത്തി. മദ്യലോബിയുടെ ആളാക്കി മുൾമുനയിൽ നിർത്തിയാണ് നയം അടിച്ചേൽപ്പിച്ചത്. അപ്രായോഗികമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നയം പ്രഖ്യാപിച്ചതെന്നും ബാബു സുധീരന്റെ പേര് പറയാതെ വിമർശിച്ചു. കെ.പി.സി.സി അധ്യക്ഷനെ മാറ്റണമെന്ന എ ഗ്രൂപ്പിന്റെ പൊതുവികാരവും രൂക്ഷ വിമർശനങ്ങളും ചർച്ചകളിൽ വന്നെങ്കിലും സുധീരൻ പ്രതികരിച്ചിട്ടില്ല. ചർച്ചകളിൽ വന്ന പരാതികൾ പരിശോധിക്കാൻ 4 മേഖലാ സമിതികളെ നിയോഗിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി കണ്ടു. നാളെ റംസാൻ 1 കോഴിക്കോട് മുഖ്യ ഖാസി ഇംബീച്ച് അഹമ്മദ്, തിരുവനന്തപുരം പാളയം ഇമാം മൗലവി സുഹൈബ് വി.പിയും അറിയിച്ചു. സിജു കണ്ണൻ ഞങ്ങളുടെ പ്രതിനിധി. സിജു, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, ഇസ്ലാം മത വിശ്വാസികളുടെ പ്രധാനപ്പെട്ട റംസാൻ 1 നാളെയാണ്. നാളെ കോഴിക്കോട് കാപ്പാടാണ് ആദ്യമായി മാസപ്പിറവി കണ്ടതായി അറിയിച്ചിരിക്കുന്നത്. റംസാൻ വ്രതാരംഭം നാളെ ആരംഭിക്കുമെന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മുഖ്യ ഖാസി ഇംബീച്ച് അഹമ്മദ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റംസാൻ മാസപ്പിറവി കണ്ടതായി വിശ്വാസയോഗ്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാളെ റംസാൻ 1 കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാറും അറിയിച്ചിട്ടുണ്ട്. നാളെ മുതൽ 1 മാസക്കാലം നിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമാകും. സുബഹി നമസ്കാരം മുതൽ അസർ നമസ്കാരം വരെയുള്ള സമയത്ത് ഇസ്ലാം മത വിശ്വാസികൾ പരിശുദ്ധമായ വ്രതാനുഷ്ഠാനങ്ങൾ നടക്കും. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് 1 മാസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം പെരുന്നാൾ നമസ്കാരം നടക്കും. ഏതായാലും കൃത്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ റംസാൻ 1 പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്ലാം മത വിശ്വാസികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റംസാൻ വ്രതാരംഭത്തിന് ഏതായാലും നാളമായി തുടക്കമാകും എന്ന് അറിയുന്നു. അരുൺ. സിജു കണ്ണൻ ഞങ്ങളുടെ പ്രതിനിധി. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി മുൻ മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അറിവോടെ എന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. സ്വകാര്യ ആശുപത്രിയുടെ മറവിൽ ഏക്കർ കണക്കിന് വയലുകൾ നികത്താൻ ശ്രമിച്ചതുൾപ്പെടെ നിരവധി ക്രമക്കേടുകളാണ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടന്നത്. അതേസമയം മെഡിക്കൽ കോളേജിന് വേണ്ടി നിയമവിരുദ്ധമായി ഒന്നും ചെയ്തില്ലെന്നും ഐസക്കിന്റെയും ശൈലജ ടീച്ചറുടെയും പ്രസ്താവന കാര്യങ്ങൾ പഠിക്കാതെയാണെന്നും ചെന്നിത്തല പറഞ്ഞു. ഹരിപ്പാട് സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ മറവിൽ ഏക്കർ കണക്കിന് നിലനികത്താനുള്ള നീക്കമാണ് വിവാദമായിരിക്കുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ നടപ്പിലാക്കുന്ന മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നതായും മുൻ ആഭ്യന്തരമന്ത്രിയുടെ അറിവോടെയാണ് ഇത് നടക്കുന്നതെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. ആർക്ക് നോക്കിയാലും തെറ്റല്ലേ ഇത്? എന്താ രമേശ് അറിയില്ല, ഞാനൊന്നും അറിഞ്ഞല്ലേ രാമനാരായണ, പിന്നെ എന്തോ പുള്ളിയുടെ ജോലിയോടെ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അത് ചെയ്തതെന്ന് ഞാൻ ആരോപിച്ചിട്ടില്ല. അദ്ദേഹം ചെയ്തതാണെന്നോ അദ്ദേഹത്തിൻ്റെ പേര് കേസൊന്നും അല്ല, ഞങ്ങളതൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് അറിയാതെ റീച്ചവിടെ പറഞ്ഞത് എന്തുകൊണ്ട് തടഞ്ഞില്ല? ഇപ്പം എഞ്ചിനീയർമാർ കുടുങ്ങും, അത്രയേ ഉള്ളൂ. ഉദ്യോഗസ്ഥന്മാരും കുടുങ്ങും. 300 കോടി രൂപ മുടക്കി നബാർഡിന്റെ സഹായത്തോടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രിക്ക് പണം അനുവദിക്കുന്നതിനെക്കുറിച്ച് പുനഃപരിശോധിക്കണമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും പറഞ്ഞു. സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രിക്ക് സർക്കാർ എന്തിനു പണം നൽകണമെന്നും ധനമന്ത്രി ചോദിച്ചു. ഏക്കർ കണക്കിന് വയൽ നികത്താനുള്ള നീക്കം പുനഃപരിശോധിക്കാൻ റവന്യൂ വകുപ്പും ഉത്തരവിട്ടിരിക്കുകയാണ്. 2015 മെയ്യിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഹരിപ്പാട് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഹരിപ്പാട് മെഡിക്കൽ കോളേജിനെ പറ്റിയുള്ള ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രി കെ ശൈലജ ടീച്ചർ. കോർപ്പറേറ്റുകളെ സഹായിക്കാനാണോ നടപടിയെന്ന് പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഹരിപ്പാട് യാതൊരു സംശയവുമില്ല,
അതൊരു നല്ല ഇൻറ്റൻഷനോടെ എടുത്തിട്ടുള്ള കാര്യമല്ല കഴിഞ്ഞ സർക്കാർ. മെഡിക്കൽ കോളേജിൻ്റെ പേര് പറഞ്ഞതെല്ലാം ഒന്ന് നികത്തി കിട്ടിയാൽ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്കും വലിയ കോർപ്പറേറ്റുകൾക്കും എന്തോ ബിസിനസ് താല്പര്യം അതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് തോന്നുന്നത്. അതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം എന്തായാലും നടക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് അത് പ്രഖ്യാപിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ജനറൽ ഹോസ്പിറ്റലുകളെയും ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികളെയും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി മാറ്റണമെന്നാണ് ആഗ്രഹം. ഒരുമിച്ചല്ല, ഘട്ടം ഘട്ടമായിട്ടത് ചെയ്യും. വികസനത്തിന് വേണ്ടി പരിസ്ഥിതിയെയും പരിസ്ഥിതിക്ക് വേണ്ടി വികസനത്തെയും മുരടിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഖനനം പൊതുമേഖലയിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അതിരപ്പള്ളി പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് യോജിക്കുന്നതായി ചടങ്ങിൽ പങ്കെടുത്ത കെ മുരളീധരൻ MLA പറഞ്ഞു. തിരുവനന്തപുരത്ത് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ പരിസ്ഥിതി നയം വ്യക്തമാക്കിയത്. നമ്മുടെ നാട്ടിൽ വികസനത്തിനു വേണ്ടി പരിസ്ഥിതിയുടെ കഥ കഴിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. പരിസ്ഥിതിക്ക് വേണ്ടി വികസനം തടയുന്ന നില ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ഒരു സന്തുലിത സമീപനമാണ് നാം നിലനിർത്തേണ്ടത്. എങ്കിലേ പുതിയ കാലത്തിനൊത്ത് നമുക്ക് സഞ്ചരിക്കാനാവും. പൊതു ഉടമസ്ഥതയിൽ മാത്രമേ ഖനനം അനുവദിക്കുകയുള്ളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഖനനം പൊതു ഉടമസ്ഥതയിലാകണമെന്ന കാഴ്ചപ്പാടിൽ തന്നെയാണ് LDF ഗവൺമെന്റ് ഉറച്ചു നിൽക്കുന്നത്. വന്യജീവികളുടെ സംരക്ഷണത്തിനൊപ്പം അവരിൽ നിന്നും മനുഷ്യരെ സംരക്ഷിക്കുന്നതിനും തുല്യ പ്രാധാന്യം നൽകുമെന്നും പിണറായി പറഞ്ഞു. അന്ധവും തീവ്രവും അശാസ്ത്രീയവുമായ പരിസ്ഥിതി മൗലികവാദ നിലപാടുകൾ നിയന്ത്രിക്കണമെന്നും പരിസ്ഥിതി വിഷയങ്ങളിൽ നിയമം കർശനമാക്കണമെന്നും പിണറായി വിജയൻ നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം അതിരപ്പള്ളി പദ്ധതിയിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി ചടങ്ങിൽ കെ മുരളീധരൻ MLA രംഗത്തെത്തി. അതിരപ്പള്ളിയുടെ കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രി എടുത്ത നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതാണ്. ഞാനും കുറച്ചു കാലം ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം, ആവശ്യത്തിന് പകുതി മാത്രം ഉൽപ്പാദിപ്പിക്കുകയും കൂടുതൽ വില കൊടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് നമുക്കിനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പരിസ്ഥിതി സംരക്ഷണമെന്നാൽ വികസനം തടയലല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി CPIMന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. തിരുവനന്തപുരം പാങ്ങോട് മാർക്കറ്റിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തു. കേരളത്തെ മാലിന്യമുക്തമാക്കാനും അതുവഴി മഴക്കാല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ CPIM ആഹ്വാനം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും CPIMന്റെയും വർഗബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത്. പരിസ്ഥിതിക്ക് ദോഷകരമായ ഒരു പ്രവർത്തനത്തിലും ആരും ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് CPMന്റെ സമീപനം. അതിൻ്റെ അടിസ്ഥാനമായിട്ടായിരിക്കും ഓരോ പദ്ധതികൾക്കും ഗവൺമെൻറ് രൂപം നൽകാൻ പോകുന്നത്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് വൃക്ഷത്തൈകളും നട്ടു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. മന്ത്രിമാർ, MLAമാർ, പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി DYFIയുടെ നേതൃത്വത്തിൽ ഈ മാസം 10 വരെ സംസ്ഥാന വ്യാപകമായി വൃക്ഷത്തൈകൾ നടും. വൃക്ഷത്തൈ നടീലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പൊട്ടക്കുഴിയിലെ AKG പാർക്കിൽ വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എൻട്രി വിത്ത് ലവ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇടുക്കി കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ ഭരത് മമ്മൂട്ടി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. I pledge to protect. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പത്മശ്രീ ഭരത് മമ്മൂട്ടി ഭൂമിയുടെ നന്മയ്ക്കായി പ്രതിജ്ഞാവാചകം കുരുന്നുകൾക്ക് ചൊല്ലിക്കൊടുത്തത്. ഇടുക്കി കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന പരിപാടി പുതുതലമുറയ്ക്ക് പരിസ്ഥിതി സ്നേഹത്തിലേക്കുള്ള വഴികാട്ടിയായി. പേപ്പറിൽ തീർത്ത പേനയിൽ നിന്നും കുട്ടികളെ പരിസ്ഥിതിയുടെ നിലനിൽപ്പിനായും നന്മയുടെ നാളേക്കായും കൈപിടിച്ചുയർത്തുന്ന എൻട്രി പദ്ധതിയും വിത്ത് ലവ് എന്ന പേരിൽ മരങ്ങൾ നട്ടുവളർത്താനുള്ള പദ്ധതിക്കും മഹാനടൻ മമ്മൂട്ടി കുരുന്നുകളെ സാക്ഷിയാക്കി തുടക്കം കുറിച്ചു. ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ നട്ട അതേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇക്കൊല്ലം വീണ്ടും മരം നടുന്നത്. കഴിഞ്ഞ കൊല്ലം നട്ട മരം അന്നത്തോട് പോയി. ഇക്കൊല്ലം അതേ സ്ഥലത്ത് വീണ്ടും അടുത്ത കൊല്ലവും അതേ സ്ഥലത്ത് മരം നടുന്ന അവസ്ഥയുണ്ടാവരുത്. ഒരു സ്ഥലത്ത് ഒരു മരമേ നടാവൂ. ആ മരത്തിനെ സംരക്ഷിക്കുകയും വളർത്തുകയും വളർത്തി വലുതാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്.
ഉപയോഗിച്ച ശേഷം വലിച്ചെറിയപ്പെടുന്ന പേപ്പർ പേനയുടെ അറ്റത്ത് പൊതിഞ്ഞുവെക്കുന്ന അഗസ്ത്യമരവിത്ത് ഭൂമിയിൽ വളർന്ന് വരും തലമുറയ്ക്ക് ഭൂമിയുടെ പച്ചപ്പ് കാണിച്ചു നൽകും എന്നതാണ് വിത്ത് ലവിലൂടെ സംഘാടക ലക്ഷ്മി എൻ മേനോൻ കാട്ടിത്തരുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യ ഉദ്യാന സംരംഭവുമായി EMS അക്കാദമി 2.5 ഏക്കർ സ്ഥലത്ത് 1000-ഓളം സസ്യ ഔഷധ വൃക്ഷ തൈകളാണ് നട്ടുവളർത്തുക. ഇലഞ്ഞി തൈ നട്ടുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്യാനത്തിന് തുടക്കം കുറിച്ചത്. ജൈവ കൃഷിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന തിരുവനന്തപുരം EMS അക്കാദമി നഷ്ടപ്പെട്ട പ്രകൃതി സമ്പത്ത് പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിനാണ് ഇവിടെ പരിസ്ഥിതി ദിനത്തിൽ തുടക്കമായിരിക്കുന്നത്. EMS അക്കാദമിയിലെ 2.5 ഏക്കർ സ്ഥലത്താണ് ഉദ്യാനം തയ്യാറാകുന്നത്. ഇലഞ്ഞിത്തൈ നട്ടുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇതിന് തുടക്കം കുറിച്ചു. 1000-ൽ പരം സസ്യ ഔഷധ വൃക്ഷങ്ങളാണ് ഇവിടെ നട്ടുവളർത്തുക. തിരുവനന്തപുരത്തെ ജൈവ വൈവിധ്യ പാർക്കായി ഇത് വികസിപ്പിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇവിടെ 1000-ൽ പരം വിവിധ തരത്തിലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നൊരു പദ്ധതിയാണ്. നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഒരു ജൈവ വൈവിധ്യ പാർക്ക് എന്നുള്ള നിലയിൽ ഇത് ഭാവിയിൽ വികസിക്കും. അത്യപൂർവയിനം വൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവ കൊണ്ട് കുട്ടികൾക്കായി നക്ഷത്രവനവും ഇവിടെ തയ്യാറാകും. ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ സംരക്ഷണമായി ഇതിന് സമീപത്തെ കുളവും മാറും. കുളത്തിൽ മത്സ്യകൃഷിയും ഉടൻ ആരംഭിക്കും. ഇത്തരം സംരംഭങ്ങളിലൂടെ അരുവികൾ, കുളം, കാവുകൾ എന്നിവ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രകൃതി സംരക്ഷണത്തിനാണ് CPIM ലക്ഷ്യം വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാലം തെറ്റിയ കാലാവസ്ഥ വല്ലാതെ മാറ്റിയ വയനാടിന്റെ സ്വാഭാവിക പരിസ്ഥിതിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് തുടക്കം കുറിച്ചു. കബനി നദീ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതിയിൽ തൈകളുടെ നടലും പരിപാലനവുമാണ് പ്രധാനമായുള്ളത്. പരിസ്ഥിതി ദിനത്തിൽ സാധാരണഗതിയിൽ നടത്താറുള്ള പരിപാടികളല്ല വയനാട്ടിൽ ഇത്തവണത്തേത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് വയനാടിനെ തിരിച്ചുകൊണ്ടുവരാനുള്ള തീവ്ര ശ്രമങ്ങളാണ്. ജില്ലയിൽ മുഴുവനായും 5 ലക്ഷം തൈകൾ ഇന്നു നട്ടു. കബനിയുടെ സംരക്ഷണമാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിനത്തിൽ വയനാട്ടുകാർ ഒന്നടങ്കം എടുത്ത പ്രതിജ്ഞ. കബനിക്കരയിൽ നഷ്ടമായ ഹരിതവേലിയെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെ തുടക്കം. ആദ്യഘട്ടത്തിൽ 5000 മുളം തൈകളും 15000 വൃക്ഷത്തൈകളും നട്ടു. ധനമന്ത്രി തോമസ് ഐസക് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നേരത്തെ ചില പരിസ്ഥിതി സംഘടനകളുടെ മാത്രമായിരുന്ന ലോക പരിസ്ഥിതി ദിനാചരണം ഇന്ന് നാട്ടിലെല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് കാണിക്കുന്നത് കേരളത്തിൽ വളർന്നു വരുന്ന പാരിസ്ഥിതിക പ്രബോധമാണ്. പുൽപ്പള്ളി, മുള്ളംകൊല്ലി പഞ്ചായത്തുകളിലെ ജലലഭ്യത ഉറപ്പാക്കാൻ സമഗ്രമായ വാട്ടർഷെഡ് പദ്ധതിയിലൂടെ മാത്രമേ സാധിക്കൂ. ഇതിനായി പദ്ധതി തയ്യാറാക്കണമെന്നും ഫണ്ട് സർക്കാർ നൽകുമെന്നും തോമസ് ഐസക് ചടങ്ങിൽ പ്രഖ്യാപിച്ചു. കബനിയുടെ മറുകരയിൽ കർണാടകയിലും ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് കർണാടകയിൽ നിന്ന് ചടങ്ങിനെത്തിയ ജനപ്രതിനിധികൾ ഉറപ്പു നൽകി. വയനാട്ടിൽ ഓർമ്മമരം പദ്ധതിയുടെയും പരിസ്ഥിതി ദിനാചരണത്തിന്റെയും ഭാഗമായി 10 ലക്ഷം തൈകളാണ് നട്ടു പരിപാലിക്കുക. ചടങ്ങിൽ IC ബാലകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. CK ശശീന്ദ്രൻ MLA പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, വയനാട്. മലബാർ ഡെവലപ്പേഴ്സും ജൈവ കാർഷിക സംരംഭവുമായ ഗ്രീൻ തമ്പും സംയുക്തമായി പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ വിതരണവും നടത്തി. മലബാർ ഡെവലപ്പേഴ്സിന്റെ പാർപ്പിട സമുച്ചയമായ സിൽവർ ലിന്റണിൽ വൃക്ഷത്തൈ നട്ട് മുൻമന്ത്രി MK മുനീർ ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ്, O അഷർ, സിയാദ്, EA, ഷെറീന അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മുഴുവൻ ഷോറൂമുകളിലും ഉപഭോക്താക്കൾക്ക് ജൈവ പച്ചക്കറി വിത്തുകളും ഗ്രോ ബാഗുകളും വിതരണം ചെയ്തു. സർക്കാരിൻ്റേത് നല്ല തുടക്കമാണെന്ന് MP വീരേന്ദ്രകുമാർ. അതിരപ്പള്ളിയിലും മുല്ലപ്പെരിയാറിലും എക്കാലത്തും ഒരേ നിലപാടുണ്ടാകണമെന്നില്ലെന്നും വീരേന്ദ്രകുമാർ കോഴിക്കോട് പറഞ്ഞു. തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങുന്ന അന്ന് തന്നെ വിലയിരുത്തലൊക്കെ പൂർത്തിയാവും. നല്ല തുടക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ അസംബ്ലി ഡിസ്കഷൻ വന്നിട്ടില്ല. ഇനി അതിരപ്പള്ളിയാണ്, അല്ലെങ്കിൽ ഏതാണ് മറ്റേ മുല്ലപ്പെരിയാർ പ്രിപ്പയർ ഫോർ ഡിസ്കഷൻ. രാഷ്ട്രീയത്തിൽ ഇന്നും പഴയ നിലപാടല്ല, നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ രൂക്ഷമായി വിമർശിച്ച മുസ്ലിം ലീഗ് മുഖപത്രത്തിൽ ജനറൽ സെക്രട്ടറി KP മജീദാണ് ലേഖനം എഴുതിയത്. സമുദായത്തെ സംഘപരിവാർ പാളയത്തിലെത്തിക്കുന്ന നികൃഷ്ട നീക്കമാണ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ താമര സുന്നികൾ ചെയ്യുന്നതെന്നും ലീഗ് നിലപാട് വ്യക്തമാക്കുന്നു. സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുസ്ലിം പണ്ഡിതൻ എന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറി KP മജീദ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ഇന്ന് വിശേഷിപ്പിച്ചത്. ഒരു മുസ്ലിം പണ്ഡിതൻ ഇത്രയേറെ തരം താഴുന്നത് ആദ്യമെന്നാണ്
ലീഗ് ജനറൽ സെക്രട്ടറിയുടെ ലേഖനത്തിൽ പറയുന്നത്. ലീഗ് മുഖപത്രത്തിലെ ലേഖനത്തിൽ കാന്തപുരത്തിനെതിരെ കഠിന വിമർശനങ്ങളാണ് ഉടനീളം ഉയർത്തുന്നത്. വ്യക്തിപരമായ വലിയ നേട്ടങ്ങൾക്കും സംഘടനാപരമായ ചെറിയ നേട്ടങ്ങൾക്കും വേണ്ടി മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥിക്ക് കാന്തപുരം വോട്ടുമറിച്ചു എന്ന് KPA മജീദ് ഇന്നെഴുതുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള വിമർശനങ്ങൾ ഇങ്ങനെ: ഓരോ തിരഞ്ഞെടുപ്പിലും ആർക്കാണ് തങ്ങളുടെ വോട്ടെന്ന് പറയാതെ കാന്തപുരം ജയിച്ചവനെ പിന്തുണച്ച് പിന്നീട് പറയും. ലീഗിനോട് പോലും ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി വിഭാഗീയത സൃഷ്ടിച്ച് ഒരു കൂട്ടം ആൾക്കാരെ സംഘപരിവാർ ആലയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാന്തപുരത്തിന്റെ നികൃഷ്ട നീക്കങ്ങൾ എന്നും KPA മജീദ് ലേഖനത്തിൽ വിമർശിക്കുന്നു. കാന്തപുരവും താമരസുന്നികളും ഇതൊക്കെ മനസ്സിലാക്കുന്നത് നന്നാകും എന്ന വാക്കോടുകൂടിയാണ് ലേഖനം KPA മജീദ് അവസാനിപ്പിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രമുഖരെയും അനുസരിക്കുകയും അങ്ങനെ അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയുമാണുണ്ടായത് എന്ന ഖുർആന്റെ വചനം കൂടി ലേഖനത്തിനു മുകളിൽ ചന്ദ്രിക നിരത്തുന്നു എന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV ന്യൂസ്.